ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രത്തിൻ്റെ കാര്യം ശ്രീനി സാറിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേദ. അപ്പോൾ ശ്രീനി സാറ് പറയുന്നുണ്ട്, അങ്ങനെ അത്ര വലിയ മാരകമായിട്ടുള്ള തെറ്റോ കുറ്റങ്ങളോ ഒന്നുമല്ല ഞങ്ങൾ ചെയ്യുന്നത്. സാധാരണക്കാർക്ക് നീതി നിഷേധിക്കുമ്പോൾ അവിടെ ഞങ്ങൾ അവരെ സഹായിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയേ. അപ്പോൾ വേദ പറയുന്നുണ്ട്, നിയമം കയ്യിലെടുത്ത് നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഗുണ്ടായിസ് എന്നും ഗുണ്ടായിസാണ്. ഇപ്പോൾ വിക്രത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ആരുണ്ട് രക്ഷിക്കാനായിട്ട്? ആ രമ്യരെ കേസ് വന്നപ്പോൾ ആരെങ്കിലും ഉണ്ടായോ രക്ഷിക്കാനായിട്ട്? സാറ് വന്നോ രക്ഷിക്കാനായിട്ട് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്നും മിണ്ടില്ല. മുഖച്ഛായ തകരുമെന്ന് വിചാരിച്ചിട്ടല്ലേ സാർ അതിൽ ഇടപെടാതിരുന്നത്? അതിനുശേഷം വാസവൻ്റെ കേസ് ഉണ്ടായി. ആരാ? പാർട്ടിക്കാർ വന്നു, അല്ലെങ്കിൽ വിക്രം സഹായിച്ച ആൾക്കാർ ആരെങ്കിലും വന്നോ വിക്രത്തിനെ രക്ഷിക്കാൻ? ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഇപ്പോൾ തൽക്കാലം നല്ല രീതിയിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ വിക്രത്തിന് നിങ്ങൾ വിട്ടു തരണം. എൻ്റെ ഭർത്താവിന് എനിക്ക് വിട്ടു തരണം എന്ന് പറഞ്ഞിട്ട് കൈ തൊഴുതിങ്ങനെ പറയുകയാണേ. അപ്പം മോള് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ വിക്രത്തിന് ഞാനൊരിക്കലും പിടിച്ചു വെച്ചിട്ടുള്ളതല്ല. ഈ വഴി അവൻ തന്നെ സ്വീകരിച്ചതാണ്. പക്ഷേ നിങ്ങളത് നിന്ന് മാറ്റിയെടുക്കാൻ നിങ്ങൾക്കത് പറ്റുമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വേദന ശരി ഞാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ മോള് വിഷമിക്കേണ്ട, മോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞയക്കണേ. അപ്പോൾ സുധ വന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് ആ കുട്ടി പറഞ്ഞിട്ട് പോയതൊക്കെ എന്ന് ചോദിക്കുമ്പോൾ, ആ കുട്ടി പറഞ്ഞതൊക്കെ കാര്യമല്ലേ? വിക്രത്തിന് വേണ്ടിയിട്ട് ഒരു ആത്മാർത്ഥതയോട് കൂടിയിട്ട് ആദ്യമായിട്ടാണ് ഒരാളിങ്ങനെ സംസാരിക്കുന്നത്. വിക്രം വേദ നല്ല രീതിയിൽ തന്നെ ജീവിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ ശ്രീനി സാർ പറയുന്നുണ്ട്. പിന്നീട് വർക്ക്ഷോപ്പിൽ വിക്രം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മരുന്നിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അടുത്ത പോലീസ് കേസ് ഉണ്ടാവുമോ വിക്രം ഈ ഒരു മരുന്നിൻ്റെ കാര്യത്തിലും ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, ഇതിൻ്റെ പിന്നിൽ വലിയ വലിയ ആൾക്കാരുണ്ടെന്നാണ് തോന്നുന്നത്. ആ സത്യചന്ദ്രൻ എന്ന് പറയുന്ന ആളെ, അയാൾ ഒരു ബിനാമി മാത്രമാണ്, അല്ലാതെ അയാൾക്ക് ഇതിൽ പങ്കൊന്നും ഉണ്ടാവില്ല. എൻ്റെ കണക്കുകൂട്ടലനുസരിച്ച് വലിയ ഏതോ ഒരു ആൾ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത് ഇങ്ങനെ പറയാനേ. പിന്നീട് കാണിക്കുന്നത് MLA ആ ഒരു ഗോഡൗണിലേക്ക് ഓടി വരാണ് കേട്ടോ മരുന്നിൻ്റെ. വാസവനാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾ. അങ്ങനെ സത്യചന്ദ്രൻ വരുന്നുണ്ട്. എന്നിട്ട് ആ ഗോഡൗൺ വന്നിട്ട് നോക്കുകയാണ് കേട്ടോ. കത്തി കരിഞ്ഞ് കിടക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ മുഴുവനും. സാറേ, ഇത് ചെയ്തത് എനിക്ക് മനസ്സിലായി ആരാണിത് ചെയ്തതെന്നുള്ളത്. ഇത് എൻ്റെ മരുന്ന് കത്തിക്കുക എന്നുള്ളത് മാത്രമല്ല, അങ്ങനെ എന്നെ തകർക്കാമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർ വല്ല വാർത്താ സമ്മേളനം വിളിച്ച് കൂട്ടി കാണിക്കുള്ളൂ. പക്ഷേ ഇങ്ങനെ ചെയ്തത് എനിക്കൊരു മുന്നറിയിപ്പ് തന്നതാ, കരുതിയിരുന്നോളാൻ പറഞ്ഞതാ. എന്തായാലും ഇതിന് ഇതേ രീതിയിൽ തന്നെ തിരിച്ച് മറുപടി കൊടുക്കാം. പിന്നെ മരുന്ന് കത്തുന്നത് പോലെയല്ലോ മനുഷ്യൻ കത്തുന്നത് എന്നൊക്കെ എന്തോ ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചതുപോലെ വാസവൻ ഇങ്ങനെ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാധ വരികയാണ് കേട്ടോ വർക്ക്ഷോപ്പിലേക്ക്. അപ്പോൾ അനിയൻകുട്ടൻ പറയുന്നു, ആഹാ കുറേ നാളായാലോ കണ്ടിട്ട്, വിചാരിച്ചതേ ഉള്ളൂ കുറച്ച് നാളായാലോ കണ്ടിട്ടുണ്ടതേ, അപ്പോഴേക്കും വന്നല്ലോ എന്നൊക്കെ പറയുകയാണേ. അപ്പോൾ വിക്രം ഇങ്ങനെ നോക്കുകയാണ്. വിക്രം നോക്കുമ്പോൾ രാധ അങ്ങനെ വരും. വിക്രം വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ജോസഫ് ചോദിക്കും, കുറേ നാളായാലോ ഇങ്ങോട്ട് കണ്ടിട്ട് എന്ന് ചോദിക്കും. വരണ്ടാന്ന് ഞാൻ വിചാരിച്ചതാണ് എന്ന് പറയും. അപ്പോൾ വിക്രം ഇങ്ങനെ ഒന്നും മിണ്ടാതെ, എന്താ എന്നോട് ഇറങ്ങിപ്പോകാൻ പറയുന്നില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ജോസഫ് പറയും, ഒരേ കാര്യം തന്നെ എത്ര പ്രാവശ്യം വിചാരിച്ചിട്ട് ഒരാളിങ്ങനെ പറയാമെന്ന് വിചാരിച്ചിട്ടാവും. ഞാൻ വരണ്ടാന്ന് വിചാരിച്ചതാണ്, പക്ഷെ വരല്ലേ വേണ്ടു. ഈ വിക്രമേട്ടന് വേണ്ടിയിട്ട് ഒരാൾ പാര വെക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതൊന്ന് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാധനോട് വിക്രം പറയും, നീ ഒന്നും മിണ്ടാണ്ട് പോയേ. ഞാൻ പോകാൻ തന്നെയാണ് വന്നത്. എന്തായാലും ഞാൻ പറയാമെന്ന കാര്യം നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നില്ല. അപ്പോൾ രാജേട്ടൻ പറയുന്നുണ്ട്, എന്താ രാധേ, എന്താ പറയാൻ വന്നത്? ഞാൻ പറയാൻ വന്നത് വിക്രമേട്ടനോടാണ്. പക്ഷേ വിക്രമേട്ടൻ അത് കേൾക്കണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ പറയുന്നത്? ഒരു നല്ല കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാ. പക്ഷേ ഇപ്പോൾ തൽക്കാലം ഞാൻ പറയുന്നില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ രാജേട്ടൻ പറയും, പറയരാതെ എന്താണെന്ന് വെച്ചാൽ പറയ്. വിക്രം പറയുന്നുണ്ട്, അതെ നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട. നീ നിന്റെ പണി നോക്കിയെന്ന് പറയട്ടോ. പണി നോക്കാൻ പറഞ്ഞോ? പണി നോക്കാൻ പറയണത് എന്നോടല്ല, അവളില്ലേ അവളോട്. ആരോട് എന്ന് ചോദിക്കട്ടോ. രാജേട്ടൻ ചോദിക്കും, ആരെ കാര്യം നീ പറയുന്നത്? നീ വേദ അല്ലാതെ പിന്നെ ആരാ? ഞാനിന്നേ ഓട്ടോ ഓടിച്ച് വരുന്ന സമയത്തെ എൻ്റെ ഓട്ടോയ്ക്ക് അവൾ കൈ കാണിച്ചു. ഞാൻ നിർത്തി, പക്ഷെ അവൾ കയറാൻ തയ്യാറായില്ല. എന്നിട്ട് ഞാൻ ഇറങ്ങി പറഞ്ഞു ഓട്ടോ വിളിച്ചിട്ടുണ്ടെങ്കിൽ കയറണമെന്ന്. പക്ഷെ അവൾ കയറാൻ കൂട്ടാക്കിയില്ല എന്ന് പറയട്ടോ. ഇതാണ് അത്ര വലിയ കാര്യം. ഒരാൾക്ക് ഏത് ഓട്ടോയിൽ കയറണം എന്നുള്ളത് അയാൾക്ക് തീരുമാനിക്കാം എന്ന് പറയാൻ. അപ്പം അതിന് ശേഷം രാധ പറയും, ഇതൊന്നല്ല കാര്യം. പിന്നെ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണേ. അവളെ ഇന്ന് പോയത് എവിടേക്കാണെന്ന് അറിയോ? അവൾ എൻ്റെ ഓട്ടോ വിളിക്കാണ്ടായപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നി. അതുകൊണ്ട് അവളുടെ പിന്നിൽ കൂടെ ഞാൻ പോയി ശ്രീനി സാറിൻ്റെ വീട്ടിലേക്കാണ് അവൾ പോയതെന്ന് പറയട്ടോ. ശ്രീനി സാറിൻ്റെ വീട്ടിലേക്കോ? അങ്ങനെയാണെങ്കിൽ ശ്രീനി സാർ എന്നെ വിളിച്ചേനല്ലോ എന്നൊക്കെ പറയട്ടോ. ശ്രീനി സാറിൻ്റെ വീട്ടിലേക്ക് പോയതേ വെറുതെ ഒന്നുമല്ല. നിങ്ങളെ ശ്രീനി സാർ പിടിച്ചു വെച്ചിരിക്കുകയാണെന്നും നിങ്ങൾ വിട്ടു തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീനി സാറിനെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി പോയതാ. മാത്രമല്ല നിങ്ങൾ വിട്ടു തന്നില്ലെങ്കിലേ അവൾ പോലീസിൽ കംപ്ലയിൻ്റ് ചെയ്യും, കേസുമായി മുന്നോട്ട് പോകുമെന്നൊക്കെയാണ് പറഞ്ഞതെന്ന് പറയുകയാണേ. ഇത് കേട്ടോടുകൂടിയിട്ട് വിക്രം ആകെ ചൂടാവണം കേട്ടോ. ഇറങ്ങിപ്പോകാൻ പോകുമ്പോഴേക്കും
ജോസഫ് പിടിക്കുന്നുണ്ട്, നീ മര്യാദ പോകല്ലേ, നീ ഇപ്പോൾ പോകല്ലേ, അവൾ പറഞ്ഞത് നീ വിശ്വസിക്കല്ലേ, സത്യം എന്താണെന്ന് അറിയുന്നൊക്കെ പറയണേ. അപ്പോൾ രാധ പറയുന്നുണ്ട്, രാജേട്ടൻ പറയട്ടെ അങ്ങനെ. അപ്പോൾ രാധ പറയും, എന്താ രാജേട്ടാ ഞാൻ നുണ പറഞ്ഞാണെന്നാണോ വിചാരിക്കുന്നത്? രാധേ ഇപ്പോൾ വേദന എന്തെങ്കിലും ചെയ്യുമോ എന്ന് പറയും. ചെയ്യട്ടെ, വെറുതെ വിടാൻ പാടില്ലല്ലോ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയും. അപ്പോൾ ജോസഫ് പറഞ്ഞു, എനിക്ക് വേറെ പണിയില്ല രാധേ, അത് ഉടനടി ഇവിടെ വന്ന് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കട്ടോ. രാധ എന്നിട്ട് പോകും അവിടെ നിന്ന്. ഇതേ സമയം രാജേട്ടൻ ശ്രീനിസാറിനെ കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ശ്രീനിസാർ പറയും, വേദ ഇവിടെ വന്ന കാര്യം എങ്ങനെ രാധ അറിഞ്ഞത്? അതൊന്നും എനിക്കറിയില്ല. സാറ് വിക്രത്തിനെ വിട്ടുകൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പോലീസ് കേസുമായിട്ട് മുന്നോട്ട് പോകുന്നൊക്കെയാണ് അവൾ പറഞ്ഞിട്ടുള്ളതെന്ന് പറയട്ടെ രാധ. അപ്പോൾ സുധ പറയും, അതിന് അങ്ങനെയൊന്നും ആ കുട്ടി ഇവിടെ വന്ന് പറഞ്ഞിട്ടില്ലല്ലോ, അതൊന്നും അറിയില്ല, അവൾ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് എന്ന് പറയും. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും വിക്രം വീട്ടിലേക്ക് പോയിട്ടുണ്ട്, എന്തൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല. വിക്രമും വേദയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി രണ്ടുപേരും തമ്മിലൊന്ന് അടുത്ത് വന്നതാ, അപ്പോഴാണ് ഈ പ്രശ്നം. സാറില്ല, ഞാൻ സംസാരിക്കാം, പക്ഷേ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പ് സംസാരിക്കണം സാറേ, പ്രശ്നങ്ങൾ ഉണ്ടായതിന് ശേഷം സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ശ്രീനി സാറ് പറയും, ഞാൻ എന്തായാലും വിളിച്ച് സംസാരിക്കാം, അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവണ്ട, ആ കുട്ടി പറഞ്ഞ നല്ല കാര്യം തന്നെയാണെന്നൊക്കെ പറയും. എന്നിട്ട് ഫോൺ എടുത്തിട്ട് വിളിക്കുമ്പോൾ കോള് പോകുന്നില്ല കേട്ടോ. അപ്പോൾ ശ്രീനി സാർ പറയും, സുധേ നീ എന്നാൽ റെഡി ആയിട്ട് വായു, നമുക്ക് സാധാരണ രീതിയിൽ അവരോടേക്ക് ഒന്ന് പോയിട്ട് വരാം എന്ന് പറയും. അപ്പോൾ ശരി ഞാൻ റെഡി ആയിട്ട് വരാമെന്ന് പറയും. അപ്പോൾ രാജേട്ടൻ പറഞ്ഞിട്ടുണ്ട്, അവർ തമ്മിൽ പ്രശ്നമില്ലാണ്ട് നോക്കണേന്ന് പറയുമ്പോൾ ശരി ഞാൻ നോക്കിക്കോളാം എന്ന് പറയും. പിന്നീട് കാണിക്കുന്നത് വേദ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കഴുകുകയാണ്. അപ്പോൾ കമലാമ്മ അത് കണ്ടുവരികയാണ്. അപ്പോൾ കമലാമ്മ കുറച്ച് നേരം അതിങ്ങനെ നോക്കിയതിന് ശേഷം കിച്ചണിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് നന്ദിനിനോടും ശ്രീജനോടും പറയുകയാണ്, ഈ വീട്ടിലെ പണികൾ എടുക്കാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും കഴിയില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നന്ദിനി എന്താ അമ്മേ, ഈ വീട്ടിലെ പണികൾ നിങ്ങൾ രണ്ടാളും എടുത്താൽ മതി, വേറൊരാളെ കൊണ്ട് അത് ചെയ്യിക്കേണ്ട കാര്യമില്ല എന്ന് പറയട്ടോ. അപ്പോൾ നന്ദിനിക്ക് കാര്യം മനസ്സിലാവാണേ. അപ്പോൾ നന്ദിനി പറയും, ആഹാ അത് ഞങ്ങൾ പറഞ്ഞ് ചെയ്യിക്കണമല്ലമ്മേ, അവൾ സ്വയം ചെയ്യുന്നതാണ്, ആര് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ മതി, ഇനി നിങ്ങൾ രണ്ടുപേരും ചെയ്താൽ മതി എന്ന് പറയട്ടോ. അപ്പോൾ ശ്രീജ വന്നിട്ട്, നന്ദിനി ഒന്നും മിണ്ടാതിരിക്കോ അമ്മേ, അമ്മ ഒരു കാര്യം എന്നെ പറഞ്ഞാൽ മതി, ഞാൻ ഏറ്റവും അവൾ അടുക്കളയിൽ കയറ്റാതിരിക്കാനുള്ള പണിയൊക്കെ ഞാൻ ചെയ്തോളാം എന്നൊക്കെ നന്ദിനി പറയുകയാണേ. അപ്പോൾ ശ്രീജ വന്നിട്ട്, അമ്മേ എന്താ അമ്മേ, നന്ദിനി ഈയുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയില്ലേ, അമ്മയും കൂടെ പച്ചക്കുടി കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിക്ക് ഈ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പറയും. അവൾ ഈ വീട്ടിൽ തന്നെ നിൽക്കണമെന്ന് നിനക്ക് വല്ല നിർബന്ധമുണ്ടോ ശ്രീജെ? ഇല്ലല്ലോ, അപ്പോൾ പിന്നെ ഞാൻ പറയുന്ന പോലെ അനുസരിച്ചാൽ മതി, കൂടുതൽ വർത്താനൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് കമലാമ്മ അവിടെ നിന്ന് പോകും. നന്ദിനിക്കാണെന്ന് ഇത് കണ്ടിട്ട് നല്ല സന്തോഷമാണ് കേട്ടോ. അപ്പോൾ കമലാമ്മയാണെന്ന് വെച്ചാൽ റൂമിലേക്ക് പോവുകയാണ്. റൂമിൽ പോയിട്ട് വാതിലടിച്ച് ചാരി നിന്നിട്ട് അവിടെ നിങ്ങൾക്ക് അറിയാണേ. അപ്പോൾ വേദ പച്ചക്കറി കൊണ്ടുവരുമ്പോൾ അടുക്കളയിൽ കയറാൻ പോകുമ്പോൾ വേണ്ട 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 ഇവിടെ നിന്നോന്ന് പറയും കേട്ടോ. എന്താ? അതേ നിന്നെ അടുക്കളയിൽ കയറേണ്ടത് അമ്മ പറഞ്ഞിട്ടുണ്ട്. അമ്മയോ? അമ്മ അങ്ങനെ പറയാൻ വഴിയില്ലല്ലോ. പറഞ്ഞു, ഇനി മുതലേ നിന്നോട് അടുക്കളയിൽ കയറേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും എന്ന് പറയും. കാരണം എന്തായാലും ഇനി അടുക്കളയിൽ കയറ്റൂല ആണോ? എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, എനിക്കുള്ളത് മാത്രം ഞാൻ പാചകം ചെയ്ത് കഴിച്ചോളാം എന്ന് പറയും. ആഹാ അതൊന്നും ഇവിടെ പറ്റൂല. അതെ ഈ വീട്ടിൽ രണ്ടടുക്കളയൊന്നും പറ്റില്ല. അതിനെന്താ, ഞാൻ വന്ന നാളിൽ ഞാൻ അങ്ങനെയല്ലേ ഇവിടെ ജീവിച്ചിരുന്നത്. എൻ്റെ പുലാവ് കട്ട് തിന്നിട്ട് വയറെറിഞ്ഞിട്ട് നന്ദിനി എടുത്ത് വെപ്രാളപ്പെട്ടത് ഓർമ്മയുണ്ടോ എന്ന് വയ്ക്കും. അപ്പോൾ നന്ദിനിക്കൊരു വല്ലാത്ത ഒരു നാണക്കേട് പോലെ ആവും കേട്ടോ. പക്ഷേ അന്നത്തെ പോലെയല്ല കേട്ടോ, ഇപ്പോൾ ഞാൻ നല്ല എക്സ്പേർട്ടാണ് കുക്കിങ്ങിലൊക്കെ. ഇപ്പം ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നന്ദിനി എടുത്ത് കട്ടെടുത്താലും നന്ദിനി എടുത്തേക്ക് ഒരു കുഴപ്പവും വരില്ല, അത് ഞാൻ ഉറപ്പ് തരാമെന്നൊക്കെ പറയും കേട്ടോ. എടി നിന്നെ എന്ന് പറയട്ടോ നന്ദിനി. അതിന് ശേഷം പറയണേ, അതെ എന്നോട് അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു കാരണം ഉണ്ടാവും, എനിക്കറിയാവുന്ന അമ്മ ഒരിക്കലും എന്നോട് അങ്ങനെ പറയൂല എന്ന് പറയും. ഇനിയിപ്പോൾ അഥവാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ആ കാരണം പറയട്ടെ എന്നോട് എന്ന് പറയും. അപ്പോൾ നന്ദിനി പറയും, നീയേ പറഞ്ഞാൽ അനുസരിക്കില്ലല്ലേ, നിന്നോട് കയറണ്ടെന്ന് പറഞ്ഞത് അമ്മയാണ്, നിന്നെ അടുക്കളയിൽ കയറ്റില്ല. അപ്പോഴത്തേക്കും വിനായകൻ വരികയാണ് കേട്ടോ. എന്താ കാര്യം? അതെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഇവിടെ അടുക്കളയിൽ കയറ്റേണ്ടെന്ന്, മാത്രമല്ല ഒരു തുള്ളി വെള്ളം പോലും ഇവൾക്ക് കൊടുക്കേണ്ടെന്നും കൂടെ അമ്മ പറഞ്ഞിട്ടുണ്ടെന്ന് പറയട്ടോ. ഇതൊക്കെ കേട്ടിട്ട് കമലാമ്മ അവിടെ ഇരുന്ന് കരയുന്നുണ്ടേ, പക്ഷേ കമലാമ്മ ചെല്ലുന്നൊന്നുമില്ല. ഇത് കേട്ടുകൊണ്ട് മാഷ് വരികയാണേ. അപ്പോൾ മാഷ് ചോദിക്കും, കമല അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ശ്രീജ പറയും, അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷേ കിച്ചണിൽ കയറ്റണ്ടെന്ന് പറഞ്ഞു എന്ന് പറയും കേട്ടോ. ആണോ? എന്തായാലും ഈ വീട്ടിൽ നിന്ന് ഭക്ഷണം ആർക്കും കൊടുക്കണ്ടെന്ന് തീരുമാനിക്കാനേ നന്ദിനിക്ക് അവകാശമില്ല. ഈ വീട്ടിൽ അങ്ങനെ ഒരാൾ പട്ടിണി ഇരിക്കാനും പാടില്ല. ഇനിയിപ്പോൾ അടുക്കളയിൽ കയറണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദിനിയും ശ്രീജയും കൂടി പാചകം ചെയ്യും, അതിലൊരു ഓഹരി വേദയ്ക്കും കൊടുക്കണം. ഇതെൻ്റെ തീരുമാനമാണ്. പിന്നെ കമലയോട് ഞാൻ സംസാരിച്ചോളാം എന്താണ് സംഭവിച്ചതെന്ന്, ഇത് തന്നെ ഇവിടെ നടന്നാൽ മതി എന്നൊക്കെ പറയാണ്. പെട്ടെന്ന് തന്നെ വിക്രം ഇങ്ങനെ ചാട്ടിൽ പോലെ ഓടി വരികയാണ് കേട്ടോ. ഓടി വന്ന് വിക്രമിൻ്റെ വേദന കൈ പിടിച്ച് വലിക്കുകയാണ്. എന്താ വിക്രം എന്തീ കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ വാടിവിടെ എന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിക്കുകയാണ്. അപ്പോൾ മാഷക്ക് ദേഷ്യം പറഞ്ഞിട്ട് മാഷ് പറയും, കൈവിടറാ കുട്ടീരെ എന്ന് പറയും കേട്ടോ.
അപ്പോൾ പറയുന്നുണ്ട് വിക്രം പറയാണ് ഇവൾ ഈ വീട്ടിൽ വേണ്ട, നീയാണോ തീരുമാനിക്കുന്നത്? അതെ, ഇവൾ ഈ വീട്ടിൽ വേണോ വേണ്ടത് ഇപ്പോൾ തീരുമാനിക്കുന്നത് ഞാനാണ് എന്ന് പറയുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.